വാൻഹായ് 503 ചരക്കു കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. തീ അണയ്ക്കാനായി കപ്പലിലേക്ക് രാസപ്പൊടി വിതറി. ആകാശമാർഗമാണ് രാസപ്പൊടി വിതറിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ചരക്കു കപ്പലിന് തീ പിടിച്ചിട്ട് 4 ദിവസമായിട്ടും തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തീ കെടുത്താനായി കൂടുതൽ മാർഗങ്ങൾ അവലംബിക്കുന്നത്. കപ്പലിൽ ശേഷിക്കുന്ന തീ അണയ്ക്കാനായി രാസപ്പൊടി വിതറിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടെങ്കിലും കപ്പലിന്റെ അടിത്തട്ടിൽ ഇപ്പോഴും തീയുണ്ട്. അതുകൂടി അണയ്ക്കാനാണ് രാസപ്പൊടി വിതറിയിരിക്കുന്നത്. തീ എത്രയും പെട്ടെന്ന് പൂർണ്ണമായും ശമിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പ്രതീക്ഷ. അതേസമയം കപ്പലിനെ പുറം കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പ്രക്രിയയും തുടരുകയാണ്. ബുധനാഴ്ചയാണ് അതിസാഹസികമായി കപ്പലിൽ ഇറങ്ങി വടം കെട്ടിയത്. വടം മറ്റൊരു കോസ്റ്റ് ഗാർഡ് കപ്പലുമായി ബന്ധിച്ചാണ് ഇത് നടത്തുന്നത്. കപ്പൽ 15 ഡിഗ്രി ചരിഞ്ഞു നിൽക്കുന്നതിനാൽ വളരെ ശ്രമകരമായ നടപടിയാണ്. കോസ്റ്റ് ഗാർഡും നാവികസേനയും വ്യോമസേനയും മറ്റു ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസികളും സംയുക്തമായാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടുക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നാവികസേനയും കോസ്റ്റ് ഗാർഡുമെല്ലാം വിശകലനം നടത്തുകയും ചെയ്തിരുന്നു. കിഴക്ക് തെക്ക് ഭാഗത്താണ് നിലവിൽ കണ്ടെയ്നറുകളുടെ ഒഴുക്ക്. കേരള തീരത്ത് എത്താനുള്ള സാധ്യത കുറവാണെങ്കിലും ഈ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. കപ്പലിന്റെ മുൻഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് MERC സംഘം കപ്പലിൽ ഇറങ്ങുകയാണ് ആദ്യം ചെയ്തത്. 2 ദിവസത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മുൻഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കാനായത്. തുടർന്ന് മുൻഭാഗത്തെ കൊളുത്തിൽ വലിയ വടം കെട്ടിയ ശേഷം അതിനെ വാട്ടർ ലില്ലി എന്ന് പേരുള്ള ഡഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചു. ഡഗ് ബോട്ട് വഴി കപ്പലിനെ കടലിന്റെ പരമാവധി ദൂരേക്ക് മാറ്റുകയാണ് ലക്ഷ്യം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.